പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 9ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ട് വരികയാണ്. എമർജൻസി പ്രൊവിഷൻസിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 തുടർന്ന് അങ്ങോട്ടുള്ള ബാച്ചുകളിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം പാഠഭാഗത്തിൻ്റെ 60% മാത്രം പഠിച്ചാൽ മതി. അതിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകൾ മാറ്റുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ പുതിയ മോഡൽ ആദ്യം 20 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുക്കാനുള്ള ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, പല രീതിയിലാണ്. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താലാണ് നമുക്ക് പരമാവധി അതിൻ്റെ ആൻസറുകൾ കിട്ടുന്നത്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് ഈ MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്തവർ പഴയ രീതിയിൽ മുഴുവൻ പാഠഭാഗങ്ങളും പഠിക്കുക, പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഫോളോ ചെയ്യുക. 2 ബാച്ചിലുള്ളവർക്കും ഓൾഡ് സിലബസിലുള്ളവർക്കുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിലുണ്ട്. ന്യൂ സിലബസിനനുസരിച്ചുള്ളവർക്കും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ വന്നാൽ എങ്ങനെയാണ് മലയാളത്തിൽ ആൻസർ ചെയ്യാമെന്ന് നമുക്കറിയാം. പരമാവധി MCQ ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. കിട്ടിയില്ലെങ്കിൽ മാത്രം മലയാളത്തിൽ എഴുതാം. 2 മാർക്കും 3 മാർക്കും 5 മാർക്കും നമുക്ക് മലയാളത്തിൽ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഗീവ് എൻലാർജ് ദി പവേഴ്സ് ടു ദി യൂണിയൻ ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിനാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? യൂണിയൻ, കേന്ദ്ര ഗവൺമെന്റിനാണ്. അടുത്തത് നാഷണൽ എമർജൻസി അണ്ടർ ഡിക്ലെയർഡ് ആർട്ടിക്കിൾ 352 ആണ്. മൂന്നാമത് ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് റൈറ്റ് ടു ടേസ്റ്റ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്, ദ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ ഡ്യൂറിംഗ് ദി പീരിയഡ് ഓഫ് നാഷണൽ, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ലോകസഭ ക്യാൻ എക്സ്റ്റെൻഡ്, വ്യാപിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ബൈ എ ടേം, 1 ഇയർ ആയിട്ട് ലോകസഭ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്ത 25 ജൂൺ 1925 നാഷണൽ എമർജൻസി വാസ് ഡിക്ലെയർഡ് ഓൺ ദി ഗ്രൗണ്ട് ഓഫ് ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ഇന്ത്യയുടെ അകത്തുള്ള ഡിസ്റ്റർബൻസിനെതിരായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രഖ്യാപിച്ചത്. ആറാമത് പ്രസിഡന്റ് ക്യാൻ ഡിക്ലെയർ നാഷണൽ എമർജൻസി ഇഫ് ക്യാബിനറ്റ് റെക്കമെൻഡിൽ എഴുതിയതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, വൺസ് അപ്രൂവ്ഡ് ബൈ പാർലമെന്റ് ദി നാഷണൽ എമർജൻസി റിമെയിൻസ് ഇൻ ഫോഴ്സ് ഫോർ എ പീരിയഡ് ഓഫ് 6 months ആണെന്നുള്ളതാണ്. ഒരു പ്രാവശ്യം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് പിന്നെ അടുത്തൊരു എമർജൻസി ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ അവിടെ 6 മാസത്തെ കാലാവധി ഗ്യാപ്പെങ്കിലും വേണമെന്നുള്ളതാണ്. ഇനി ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫുള്ള് ഞാൻ പറയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ NSന്റെ പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെയും ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് എഴുതേണ്ട സ്കീമുകൾ. അതേപോലെ തന്നെ ബോസ് ബോർഡിന്റെ കീഴിൽ +2 ഓൺലൈനായിട്ട് പരീക്ഷ വീട്ടിലിരുന്ന് എഴുതാം. അതേപോലെ തന്നെ SSLC അങ്ങനെ ഉണ്ട്. വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.